മായ നല്ലൊരു ദിവസത്തിനായി കർത്താവിന് മഹത്വം അർപ്പിക്കാം. അഖിലാണ്ടത്തിൻ്റെ ഉടയവനും നമ്മെ സൃഷ്ടിച്ചവനും നമ്മെ വീണ്ടെടുത്തവനും നമ്മെ ഇത്രത്തോളം പരിപാലിക്കുകയും ചെയ്ത ദൈവത്തിന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നമുക്ക് നന്ദി പറയാം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. രാജാതി രാജാവും കർത്താതി കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ ദൈവത്തിന് ഇന്ന് പകലിൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദി പറയുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ ഒരുങ്ങാം. സർവശക്തനായ ദൈവം കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മെ അത്ഭുതകരമായി പരിപാലിച്ചു. ചോദിച്ചതിലും നനച്ചതിലുമൊക്കെ അപ്പുറമായി ദൈവം നമ്മെ നടത്തി. നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവം, നമ്മുടെ യാചനയ്ക്ക് മറുപടി തന്ന ദൈവം, നമ്മെ ക്ഷേമത്തോടെ പോറ്റിയ ദൈവം, നമ്മെ വിടുവിച്ച ദൈവം, നമ്മെ സ്നേഹിച്ച ദൈവം, നമ്മെ അത്ഭുതകരമായി പരിപാലിച്ച ദൈവം, ദൈവമില്ലെന്നൊക്കെ മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ദൈവമാണെന്ന് പറയുവാനുള്ള പ്രാഗൽഭ്യവും ചങ്കൂറ്റവും ഇന്ന് പകലിൽ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വീഴുവാൻ തക്കവണ്ണം പിശാച് ഞങ്ങളെ തള്ളിയെങ്കിലും വീഴാതെ വണ്ണം സൂക്ഷിച്ച ദൈവത്തിന് ഈ പകലിൽ ആരാധന അർപ്പിപ്പാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സ്നേഹവാനായ സ്നേഹനിധിയായ ദൈവത്തെ, അതും നമ്മുടെ ബലമായ ദൈവത്തെ ഇന്ന് പകലിൽ ആരാധിപ്പാൻ നമുക്കൊരുങ്ങണം. അതിനായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ആഗ്രഹമാക്കാം. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷയും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് എത്ര പേർക്ക് ഇന്ന് പകലിൽ പറയുവാൻ കഴിയും? ദൈവം വിശ്വസ്തനാണ്. പലപ്പോഴും നമ്മൾ അവിശ്വസ്തരായി ദൈവസന്നിധിയിൽ നിന്നിട്ടുണ്ട്. എന്നാൽ ദൈവം വിശ്വസ്തൻ. ഇന്ന് പകലിൽ വിശ്വസ്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ എല്ലാം നമുക്കൊരുങ്ങാം. ദൈവത്തിന്റെ വചനം പറയുന്നു, ദയാലുവോട് നീ ദയാലുവാണ്, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കനാണ്. ഇന്ന് പകലിൽ ഞങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിന് മുൻപിൽ, ഞങ്ങളെ പരിശോധിച്ചറിയുന്ന ദൈവത്തിന് മുൻപിൽ, ഞങ്ങളെ ആരാഞ്ഞറിയുന്ന ദൈവത്തിന് മുൻപിൽ നിഷ്കളങ്ക ഹൃദയത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടെ ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽ അനുഭവിച്ചറിയുവാൻ നമുക്കിടയാകട്ടെ. അതിനായിട്ട് നമുക്കൊരുങ്ങാം. നല്ല നിലം പോലെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ നമുക്ക് പകരാം. നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയം അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കഴിഞ്ഞ ഒരാഴ്ച ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നു. ഇന്ന് പകൽ അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് ഭൂമിയുടെ പരപ്പിൽ ഒരു സാവകാശം കൂടെ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വലിയ കൃപ കൊണ്ട് ഇന്ന് പകൽ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുന്ന് ഞങ്ങളെ നടത്തിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് പകലിവിടെ ആയിരിക്കുന്നത്.
ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് വാസം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്നത്. അങ്ങ് ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങളും ഇന്ന് പകലിൽ ജീവിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ തണലിൽ ഞങ്ങൾക്കായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇന്നത്തെ പകലിലെ ശുശ്രൂഷകളെ സ്വർഗം ഏറ്റെടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ അടിയങ്ങളെ ബലപ്പെടുത്തണമേ. അങ്ങേ ആരാധിപ്പാൻ ഹൃദയം തുറന്ന് അങ്ങയുടെ സന്നിധിയിൽ നന്ദി പറയുവാനൊക്കെ ഞങ്ങൾക്ക് കൃപ നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കരങ്ങളിലേക്ക് ഇന്ന് പകലിലും മുറ്റുമായി സമർപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്നേ നിറയുന്നേ, സന്നാഹമോടു സ്തുതി പാടിടുന്നേ. ദേവാ സന്നാഹമോടു സ്തുതി പാടിടുന്നേ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികയുള്ള മഹൽ ശക്തി നീയേ നാഥ. അന്തികയുള്ള മഹൽ ശക്തി നീയേ. എന്നോടുള്ള നിൻ സർവ നന്നേ നിറയുന്നൻ സന്നാഹമോടു സ്തുതി പാടിടുന്നേ. ദേവാ സന്നാഹമോടു സ്തുതി പാടിടുന്നേ. കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ, എന്നെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ. എന്നോടുള്ള എന്തു ചെയ്യേണ്ടു ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. പാപത്തിൽ നിന്നുമെന്നെ കോരിയേടോ പാനായി ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന
വന്ദനമേ. എന്നോടുള്ള നിൻ സർവനന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു യേശുപരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. എന്നോടുള്ള നിൻ സർവനന്മകൾക്കായി ഞാൻ ഹല്ലേലൂയ യേശുപരാ. ഇപ്പോൾ ചെയ്യേണ്ടു നിനക്കേശുപരാ. വാഴ്ത്തുക നീ മനമേ എൻ പരനെ. വാഴ്ത്തുക നീ മനമേ. വാഴ്ത്തുക നീ മനമേ എൻ പരനെ. വാഴ്ത്തുക നീ മനമേ. വാഴ്ത്തുക തൻ ശുദ്ധ നാമത്തെ പേർത്തു. വാഴ്ത്തുക തൻ ശുദ്ധ നാമത്തെ പേർത്തു. പാർത്ഥിവൻ തന്നുപകാരത്തെ ഓർത്തു. പാർത്ഥിവൻ തന്നുപകാരത്തെ ഓർത്തു. വാഴ്ത്തുക നീ മനമേ എൻ പരനെ. വാഴ്ത്തുക നീ മനമേ. വാഴ്ത്തുക നീ മനമേ എൻ പരനെ. വാഴ്ത്തുക നീ മനമേ. നിന്നകൃത്യം പരനൊക്കെയും പോക്കി. നിന്നകൃത്യം പരനൊക്കെയും പോക്കി. തിന്നമായി രോഗങ്ങൾ നീക്കി നന്നാക്കി. തിന്നമായി രോഗങ്ങൾ നീക്കി നന്നാക്കി. വാഴ്ത്തുക നീ മനമേ എൻ പരനെ. വാഴ്ത്തുക നീ മനമേ. വാഴ്ത്തുക വാഴ്ത്തുക നീ മനമേ. നന്മയാൽ വായിക്കവൻ തൃപ്തിയെ തന്നു. നന്മയാൽ വായിക്കവൻ തൃപ്തിയെ തന്നു. കുന്നു നിൻ യൗവനം ഇന്ന് നവ്യമാക്കുന്നു. നിൻ യൗവനമിന്ന്. വാഴ്ത്തുക നീ മനമേ എൻ പരനെ. വാഴ്ത്തുക നീ മനമേ.
പരനെ വാഴ്ത്തുക, വാഴ്ത്തുക നീ മനമേ, എൻ പരനെ വാഴ്ത്തുക നീ മനമേ. മക്കളിൽ കാരുണ്യം താതനം തോട, മക്കളിൽ കാരുണ്യം താതനം തോട, ഭക്തരിൽ വാത്സല്യ വാനവൻ നൂന, വാത്സല്യ വാനവൻ നൂന, വാഴ്ത്തുക നീ മനമേ, എൻ പരനെ വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ. നിത്യരാജാവിനെ ഓർക്കുകിൽ സർവ, നിത്യരാജാവിനെ ഓർക്കുകിൽ സർവ സൃഷ്ടികളും സ്തുതിക്കും യഹോവ, സൃഷ്ടികളും സ്തുതിക്കും യഹോവ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ, എൻ പരനെ വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ, എൻ പരനെ വാഴ്ത്തുക നീ മനമേ. നമ്മുടെ മേൽ കാരുണ്യം കാണിച്ച, നമ്മെ പുലർത്തിയ, നന്മയാൽ നമ്മെ നിറച്ച, നമ്മുടെ അകൃത്യങ്ങളെയൊക്കെയും പോറ്റിയ ആ നല്ല ദൈവത്തെയാണ് ഇന്ന് പകലിൽ വാഴ്ത്തുവാൻ നമ്മൾ ചേർന്ന് പാടി സ്തുതിപ്പാനിടയായത്. നമ്മുടെ അകൃത്യങ്ങളെല്ലാം അവൻ മോചിച്ചു, നമ്മുടെ പാപങ്ങളെ അവൻ ക്ഷമിച്ചു. ആ നല്ല ദൈവത്തെ നമുക്കിന്ന് പാടുമ്പോൾ, ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നല്ലൊരു നിലം പോലെയാക്കുവാൻ കർത്താവ് ഇന്ന് പകലിൽ നമുക്ക് കൃപ നൽകേണ്ടതിനായി ദൈവത്തോട് അപേക്ഷിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോട് ദൈവത്തെ ആരാധിപ്പാൻ വന്നവർക്ക് ഈ സമയം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്നോട് മനസ്സലിയണമേ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് നമുക്കൊന്ന് അപേക്ഷിക്കാം. പിതാവിന്റെ സ്നേഹം പുത്രനിലൂടെ നമ്മുടെ മേൽ പകർന്നു തന്നെങ്കിൽ, പുത്രൻ മുഖാന്തരം പിതാവിന്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്തു വരുവാൻ സാവകാശവും തന്നല്ലോ. ഇന്ന് പകൽ എത്ര പേർക്ക് ഇതെല്ലാം ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറയുവാനിടയാകും. അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽ കൂടെ കാണുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നെങ്കിൽ, ദൈവത്തിന്റെ വലിയ സ്നേഹം ഇന്ന് പകലും അനുഭവിപ്പാനിടയായെങ്കിൽ, ദൈവത്തിന്റെ കരുതലാ, ദൈവത്തിന്റെ കൃപയാ ഇന്ന് പകലിൽ ഞാനും നിങ്ങളുമായിരിക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ, ആ ദൈവത്തിന് ഹൃദയം നിറഞ്ഞ ആരാധന അർപ്പിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. നമുക്കറിയാവുന്ന പാട്ടാണ്, ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ, ആനന്ദ ഗാനങ്ങളോടെ അങ്ങേ പാടുന്നു എന്ന് പറയുവാൻ എത്ര പേർക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തുതിപ്പാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അനുഗ്രഹീതമായ ഒരു സമയമാണ് ദൈവം തരുന്നത്. മറന്നു പോകരുത്. നാളെ ഈ നിമിഷം കിട്ടുമെന്ന് ആർക്കും ഉറപ്പില്ലാതിരിക്കുമ്പോൾ ഇന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കും, ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കും എന്ന് പറയുവാൻ എത്ര പേര് നന്ദിയോടെ തയ്യാറായിട്ടുണ്ട്? പാപത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മുടെ പ്രാണനെ വീണ്ടെടുത്തവൻ, നമുക്ക് രക്ഷാദാനം നൽകിയവൻ, 1000 നാവുകൾ പോരാ ദൈവത്തെ വർണ്ണിക്കുവാൻ. നിത്യത തന്നിൽ നമ്മൾ എത്തുവോളം നമ്മെ സൂക്ഷിക്കാമെന്ന് പറഞ്ഞവൻ. നമുക്ക് ചേർന്ന് കരങ്ങളെ തട്ടിപ്പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ, തിരുമനസുതനെ, ആനന്ദഗാനങ്ങളാൽ പാടി പുകഴ്ത്തുമെന്ന് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ, തിരുമനസുതനെ, ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കൂ എൻ പരനെ, തിരുമനസുതനെ, ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കൂ, ഞാനെന്നും സ്തുതിക്കൂ എൻ പരനെ, തിരുമനസുതനെ, ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കൂ. നൽകിയവൻ രക്ഷാദാന, തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാന. നൽകിയവൻ രക്ഷാദാന, തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാന. പാദസേവായ തെന്നഭിമാനം. ഞാനെന്നും പരനെ, തിരുമനസുതനെ, ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കൂ എൻ പരനെ, തിരുമനസുതനെ, ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കൂ. പാപത്തിൻ ശാപത്തിൽ നിന്നോ എന്റെ പ്രാണനെ കാത്തവൻ എന്നോ. പാപത്തിൻ ശാപത്തിൽ നിന്നോ എന്റെ പ്രാണനെ കാത്തവൻ എന്നോ. ആരിൽ നന്മയിനും തുല്യമില്ലൊന്നോ. ഞാനെന്നും സ്തുതിക്കൂ പരനെ, തിരുമനസുതനെ, ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി.
യോഗ്യനായവനെ, മഹത്വത്തിന് യോഗ്യനായവനെ ഇന്ന് പകൽ ചേർന്ന് ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യനായവൻ, സ്തുതികളിന്മേൽ വസിക്കുന്നവൻ നമ്മുടെ മധ്യേ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. എത്ര പേർക്ക് പറയാൻ കഴിയും? യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. ഹല്ലേലൂയ. ചേർന്ന് പാടാം. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ക്ഷണികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈ ക്ഷണികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം പൊന്നുനാഥനെ ഘോഷിക്കും. അതാ നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നതിന്. ഹല്ലേലൂയ. ചേർന്ന് പാടാം. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ചോണികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈ ചോണികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു
ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കർത്താവ് ഇന്ന് പകലിലും ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നുവെന്ന് ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. നിർത്തിയതാണെന്നെ, നിന്നതല്ല ഞാനും എത്ര സ്തുതിച്ചിടണം. നിർത്തിയതാണെന്നെ, നിന്നതല്ല ഞാൻ എത്ര സ്തുതിച്ചിടണം. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിൽ ആണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിൽ ആണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിൽ ആണു ഞാൻ. എന്റെ വിശ്വാസം അങ്ങേ ചിറകിൻ മറവിൽ. രക്ഷം ജയം, രക്ഷം ജയം, രക്ഷം ജയം, രക്ഷം ജയം വർദ്ധിപ്പിക്കണേ. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായിരുന്നു മന്നിൽ. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായിരുന്നു മന്നിൽ. എന്നാലോ സാധു ഞാൻ സന്നിധേ നിന്നതോ പൊന്നേശുവേ കൃപയാ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിൽ ആണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിൽ ആണു ഞാൻ. അവിടുത്തെ ചിറകിന്റെ മറവിലാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? വാ തുറന്ന് ദൈവത്തിന് നന്ദി പറ. എന്തോ കാണാൻ നിൽക്കുക? ഇന്ന് പകൽ നന്ദി പറ. ഹല്ലേലൂയ. അങ്ങേ ചിറകിൻ മറവിൽ ആണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിൽ ആണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എത്ര പേർക്ക് ഉറപ്പുണ്ട് പകലിൽ? വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ കഴിയും? വിശ്വസിച്ചാൽ ഞാൻ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ നോക്കാം. മനുഷ്യനെ നോക്കിയാൽ നിരാശ മാത്രം ഫലം. മനുഷ്യനെ നോക്കിയാൽ എരിപിരി കയറ്റി ഒന്ന് സന്തോഷിപ്പിച്ച് ഒന്ന് പിരികേറ്റി വിടാൻ പറ്റും.
പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിലുള്ള സന്തോഷമുണ്ടല്ലോ, അത് നിത്യത മുതൽ നിത്യത വരെ. ഇന്ന് പകൽ എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കണം? നിന്റെ പിരിപിരിപ്പൊക്കെ കഴിയുമ്പോൾ, ഹല്ലേലൂയ, ജനവും ലോകവും നിന്നെ പിരിപ്പിച്ചു വിടുമ്പോൾ നിനക്ക് കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിത്യമായ സന്തോഷം, നിത്യമായ സമാധാനം ഇന്ന് പകലിൽ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം തന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ ദൈവജനം ഒരുങ്ങട്ടെ ഇന്ന് പകൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊന്നും നമ്മളെ തീർക്കാതെ തീർന്നു പോകാതെ എന്ന് പകൽ നിൽക്കുന്ന ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പാട്ടുകാരനോട് ചേർന്ന് നമുക്കും പാടാൻ കഴിഞ്ഞത്, ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായിരുന്നു മന്നിൽ, എന്നാലോ സാധു ഞാൻ സന്നിധേ നിന്നതോ പൊന്നേശുവേ കൃപയാ. ഓ, ഇന്ന് പകലിൽ നിർത്തിയത് ദൈവകൃപയാന്നാ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തം തടിയിലും പിടിക്കലും സമ്പാദ്യത്തിലും മക്കളുടെ കാര്യത്തിലും ഒക്കെ ഹല്ലേലൂയ മക്കൾ നിർത്തുന്നതൊക്കെ തോന്നിയെങ്കിൽ ഇന്ന് പകൽ തെറ്റിപ്പോയി. ഇന്ന് പകൽ നിർത്തുന്നത് ദൈവമാ. ആ ദൈവത്തിന്റെ സാന്നിധ്യമാ അവിടെ ഉള്ളത്. കാഴ്ചക്കാരനായിട്ട് നിൽക്കാനല്ല, ഇന്ന് പകൽ ദൈവത്തെ ആരാധിപ്പാൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ചേർന്ന ദൈവത്തിന്റെ സ്തോത്രം. എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ മടിയില്ല, ദൈവത്തെ ആരാധിക്കാൻ ഒരു കുറവുമില്ല. കാര്യം കഴിഞ്ഞ ഒരാഴ്ചയിൽ എന്നെ അതുപോലെ നടത്തിയതാ. നിന്നെ നടത്തിയെങ്കിൽ നീ ആരാധിച്ചാൽ മതി. ഹല്ലേലൂയ. നിന്നെ നിർത്തിയെങ്കിൽ നീ ആരാധിച്ചാൽ മതി. 3 നേരം ചാപ്പാടടിക്കാൻ ദൈവം കൃപ തന്നെങ്കിൽ അത് ആരാധിച്ചാൽ മതി. ഹല്ലേലൂയ, സ്തോത്രം. ആരോഗ്യത്തോടെ നിൽക്കാൻ ദൈവം ബലം തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിച്ചാൽ മതി. നിന്റെ മാനസിക നില തകരാതെ, മാനസിക നിലയിൽ നിന്ന് ഒരിഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ദൈവം നിന്നെ സൂക്ഷിച്ചെങ്കിൽ ദൈവത്തെ ആരാധിക്കുക. ഒരു പൊട്ടനാണെന്നും ഭ്രാന്തനാണെന്നും നിന്നെ നാട്ടുകാർ പറയിപ്പിക്കാതെ നിന്നെ നടത്തിയെങ്കിൽ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ ദിനവോ അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചേർന്നു നീ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചേർന്നു നീ. സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. ഇതുപോൽ സ്വജീവൻ നോരാത്മാ സ്നേഹിതൻ വേറായിനി. ഇതുപോൽ സ്വജീവൻ നോരാത്മാ സ്നേഹിതൻ വേറായിനി. സ്തുതി ചെയ് മനമേ. ഹല്ലേലൂയ.
മഹത്വം മഹത്വം. ഓ സ്തുതികളിൽ മേൽ വസിക്കുന്നവന് മഹത്വം, രാജാതി രാജാവിന് മഹത്വം, ദേവാതി ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. വാഴ്കയാ ആകുലമില്ല, ഭീതിയില്ല, ഭാവിയല്ല തൻ ധന്യമേ ലോക ജീവിത, എത്ര ധന്യമേ ലോക ജീവിത. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds my future, and life is worth the living just because he lives. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയം അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഈ ഭൂമിയുടെ പരപ്പിൽ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ചതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ആരാധന അവിടുന്ന് സ്വീകരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചത്, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പാടിയത്, ഞങ്ങളുടെ സന്നിധിയിൽ കർത്താവിനെ ആരാധിച്ചത് അങ്ങേക്ക് പ്രസാദമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് കർത്താവേ അവിടുന്ന് ഞങ്ങളോട് മനസ്സലിഞ്ഞതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് കരുണ കാണിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ നിലനിർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തന്ന സകല നന്മകളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. വിശേഷാൽ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ ഇന്ന് പകൽ സമർപ്പിക്കുക. തുടർന്ന് ശുശ്രൂഷകളിൽ അവിടുത്തെ കൃപ വീണ്ടും വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും അങ്ങേയ്ക്കാം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.